ഡോക്ടർ അൻവർ മുഹമ്മദ് അലി, പ്രൈവറ്റ് ആശുപത്രികൾ നേരിടുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ബഡ്ജറ്റിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, ടാക്സ് നയങ്ങൾ, ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾ എന്നിവയിൽ എന്ത് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതിൽ കേരളത്തിൽ വലിയൊരു ശതമാനം 40% ജനങ്ങൾക്ക് ഇതിൽ കവറേജ് ഉണ്ട്. ഈ കവറേജിൽ വരുന്ന ജനങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പം എവിടേക്കാണ് ലഭ്യമാവുന്നത്? അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് മേഖല ഓൾമോസ്റ്റ് അതിൽ നിന്ന് വലിയൊരു ശതമാനം പിൻവാങ്ങി. എന്തുകൊണ്ടാണത്? 6 മാസം മുതൽ 1 വർഷവും അതിനു മേലെയും ഡ്യൂസ് പെൻഡിങ് വന്നുകൊണ്ടാണ്. കഴിഞ്ഞ ധവളപത്രത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2017 കോടി രൂപയാണ് കാസ്പിൻ്റെ പെൻഡിങ് ഡ്യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പം ഇത് കിട്ടാതെ വരുമ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ നിലനിൽക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ബജറ്റിൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുൻപുള്ള കുടിശ്ശികകൾ മുഴുവൻ തീർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഫണ്ട് തന്നെ കണ്ടുകൊണ്ട് അത് അടിയന്തിരമായി തീർക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക. അത് ഒന്ന്. രണ്ടാമത്തത്, ഈ കാസ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ബജറ്റ് വകയിരുത്തൽ നിർബന്ധമായും ചെയ്യണം.